സ്വീകരിച്ചിട്ടുണ്ട്. അവര് കാര്യമായിട്ട് ആ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കണം. ആ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ എന്തെങ്കിലും പാളിച്ചകൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ പക്വതക്കുറവ് പോലെ ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിശോധിക്കുന്നുണ്ട്. ഇല്ല, പാർട്ടി തലത്തിൽ അത്തരം കാര്യങ്ങളൊന്നും, ഗവൺമെന്റ് തല കാര്യങ്ങളൊന്നും ഗവൺമെന്റ് തലത്തിൽ തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഇതൊരു ചെറിയ കാര്യമല്ല. കാരണം സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെയാണ് സംസ്ഥാന സർക്കാർ ദേവസ്വത്തിന്റെ അഭിഭാഷകനായിട്ട് നിശ്ചയിക്കുന്നത്. അപാകതകൾ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, പരിശോധിക്കും. തുടർച്ചയായി ആദ്യം താങ്കളുടെ സ്റ്റാഫിന്റെ നിയമനത്തിൽ പിന്നെ രാജി വാങ്ങിക്കേണ്ടി വന്നു. ഇപ്പോൾ പ്ലീഡറിന്റെ കാര്യത്തിൽ രാജി വാങ്ങിക്കേണ്ടതല്ല, രാജി വയ്ക്കുകയത്. എങ്ങനെയായാലും ചോദിച്ചാലും പറഞ്ഞാലും മൊത്തം തീരുമാനത്തിലൊരു ഷാർപ്നെസ് അല്ല, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുന്നു. ആരംഭമല്ലേ ഇതിലെ പ്രശ്നം എന്ന് പറയുന്നത്, ഇത്രയും കാലം പ്രതിപക്ഷം ആയിരുന്ന സമയത്ത് ഈ സ്വർണ്ണക്കടത്ത് കേസ്, സ്വർണ്ണപ്പാളി കേസിലൊക്കെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നതാണ് കോൺഗ്രസ്. പക്ഷേ അങ്ങനെ ഒരു കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരുമ്പോൾ ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് അത് പാർട്ടിക്ക് തന്നെ അത് അവമതിപ്പുണ്ടാക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകും. ഇതൊരു പിശകായി തോന്നുന്നുണ്ടോ? അത് ദേവസ്വം മന്ത്രിയാണ് ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. അത് അദ്ദേഹമായിട്ട് ആലോചിക്കാൻ മുഖ്യമന്ത്രിയാണ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്.